class. What? Would you like to stand the lecture? I've already shared the link of my previous recorded classes to the group in which I sent the links for classes. Ma'am, I have already checked, but there is no any. Anyways, I'll share the recording links once again after we finish the entire course. So don't worry about that. Okay. So, chapter 13, Human Communities and Environment. So, ഇതിൽ പറയുന്നത് വെച്ചാൽ majorly കുറെ problems associated with like our environment and society. അത് ഒത്തിരി human society കാരണം പല രീതിയിലും എന്താ പറയാ huge impacts environment ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ impacts നെ പറ്റിയാണ് what we are going to talk about. Okay, so the first one is human population growth. So നേരത്തെ ക്ലാസ്സസിലൊക്കെ in like the first chapter, second chapter, അതിലൊക്കെ പറഞ്ഞു most of the problems that is ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനും ഒരു സോൾ ഫാക്ടർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. ദ നമ്പർ ഓഫ് പീപ്പിൾ കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ റിസോഴ്സസിന്റെ നീഡ് കൂടുതലായിരിക്കും, ഫുഡിന്റെ നീഡ് കൂടുതലായിരിക്കും, ആൻഡ് ഈ നമ്മൾ ലാൻഡിന് അല്ലെങ്കിൽ നമ്മുടെ എർത്തിന് നമ്മളായിട്ടുള്ള പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. സോ ദാറ്റ് മീൻസ് having a huge amount of population and having a huge number of people, that is almost 8 billion people in our planet right now, is causing a lot of problems. So population growth in a trend in page number 248 അവിടെ രണ്ട് figures കൊടുത്തിട്ടുണ്ട്. There are 2 figures given. Initially from like human settlement തുടങ്ങിയ സമയത്ത് എന്താ പറയാ around 1,000, 5,000, 5 million people അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഹ്യൂമൻ സെറ്റിൽമെന്റ് തുടങ്ങിയ സമയത്ത്, like when Homo sapiens evolved from cavemen. അതിനുശേഷം പതുക്കെ when agriculture എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിനെ പറ്റി agriculture ആൾക്കാർ ഡിസ്കവർ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എന്താ പറയാ ഫുഡ് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഫുഡ് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഗ്രാജുവലി ദ പോപ്പുലേഷൻ സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. ഹണ്ടർ ഗാദറർ സൊസൈറ്റിയിൽ നിന്ന് ഒരു അഗ്രേറിയൻ സൊസൈറ്റി ആയി മാറിയപ്പോഴത്തേക്ക് പോപ്പുലേഷന്റെ ഒരു ഫസ്റ്റ് ഇൻക്രീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് കുറെ കാലത്തേക്ക് പക്ഷെ ഓൾമോസ്റ്റ് 8,000, 9,000 ഇയറോളം ആ പോപ്പുലേഷന്റെ growth trend was very, very constant. Okay, and before the industrial revolution ആ ട്രെൻഡ് ഭയങ്കര കോൺസ്റ്റന്റ് ആയിരുന്നത്. ഒരു ഇമ്മെൻസ് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടായിട്ടില്ല. ബട്ട് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒത്തിരി അവേക്കനിങ്സ് നടന്ന സമയമാണ്. ലൈക്ക് എന്താ പറയാ ഹെൽത്ത് കെയർ ബെറ്റർ ആവാൻ തുടങ്ങി, കുറെ മിത്സും സൂപ്പർസ്റ്റിഷൻസും ഒക്കെ മാറ്റി റാഷണലി ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയാ സയൻസ് പുരോഗമിക്കാൻ തുടങ്ങി. സോ ഓൾ ദോസ് കൈൻഡ് ഓഫ് തിങ് ലൈക്ക് ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ സിസ്റ്റംസ്, ഹൈജീൻ, പിന്നെ സൂപ്പർസ്റ്റിഷൻസ് അതൊക്കെ ഇറാഡിക്കേറ്റ് ആയി. സോ ഓവറോൾ വൺസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹിറ്റ്, ഹ്യൂമൻ ലൈഫ്സ് ഉണ്ടല്ലോ എന്താ പറയാ നമ്മുടെ ലൈവ്ലിഹുഡ് കംപ്ലീറ്റ്ലി മാറാൻ തുടങ്ങി. ഇറ്റ് ബിക്കേം മോർ ബെറ്റർ ആൻഡ് ബെറ്റർ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങി. എക്സ്പോണൻഷ്യലി population explode ചെയ്യാൻ തുടങ്ങി. So as you can see in the diagram in 248 page number, after ഒരു 1800ലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് സ്റ്റാർട്ട് ആവുന്നത്. ആഫ്റ്റർ ദാറ്റ് ഒരു സ്റ്റീപ്പ് ഇൻക്രീസ് ആണ്, ഒരു കംപ്ലീറ്റ് സ്റ്റീപ്പ് ഇൻക്രീസ് ആണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് റൈറ്റ് നൗ ഫ്രം ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്രം ഓൾമോസ്റ്റ് എന്താ പറയാ ഈ 1800 population was 1 billion. 1800, so in 200 years നമ്മുടെ population almost 7-fold increase. ഇപ്പൊ 7 billion people ആയിട്ട് മാറിയിട്ടുണ്ട്. So that is how immense our population increases. And industrial revolution മുമ്പ് വരെ how ഈ population controlled ആയിരുന്നു വെച്ചാൽ ഈ സെയിം റീസൺസ്, ഹെൽത്ത് കെയർ ഇല്ലായിരുന്നു,
and hygienes proper അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇല്ല. എന്തെങ്കിലും അസുഖം വന്നാൽ പീപ്പിൾ യൂസ് ടു ബ്ലെയിം ലൈക്ക് സ്പിരിറ്റ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് ദർ ഇസ് ആക്ച്വലി എന്താ പറയാ, ഈ നമ്മള് മണപ്പിക്കുന്ന സാധനം ലൈക്ക് സ്മെൽ വി ഗെറ്റ് അത് നമ്മുടെ ഡിസീസ് കോസ് ചെയ്യുന്നൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. സോ ദർ വർ നോ പ്രോപ്പർ ട്രീറ്റ്മെന്റ്സ് ഓർ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ബേസിക്കലി ജനിക്കുന്ന കുട്ടികളിൽ ഓൾമോസ്റ്റ് 50% ഡൈ ബിഫോർ ലൈക്ക് ദേ റീച്ച് 10 years old. അപ്പം ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നോബഡി ലിവ്ഡ് പാസ്റ്റ് 45 or 50 ആ കാലഘട്ടത്തില്. അപ്പൊ എന്താ സംഭവിക്കുക, പോപ്പുലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് കണ്ടിരുന്നു. After industrial revolution, better healthcare, better facilities, better lives around തുടങ്ങിയപ്പോഴത്തേക്ക് ബേബീസ് ഇൻഫന്റ് മോർട്ടാലിറ്റി കുറയാൻ തുടങ്ങി ആൻഡ് ഡെത്ത് റേറ്റും കുറയാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ആൾക്കാർ മരിക്കുന്നുമില്ല, കൂടുതൽ ആൾക്കാർ ജനിച്ചോണ്ടിരിക്കുക. സോ ദാറ്റ് മീൻസ് പോപ്പുലേഷൻ ജസ്റ്റ് സ്റ്റാർട്ടഡ് എക്സ്പ്ലോഡിങ്. ഓക്കെ, ആൻഡ് ഈ വൺ ഓഫ് ദ ഡിസീസ്, ഈ ഡിസീസ് കാരണം ഒരു ടിപ്പ് സംഭവിച്ച ഒരു ഇവന്റ് ആണ് ദ ഗ്രേറ്റ് പ്ലേഗ്. പ്ലേഗ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പേ യൂറോപ്പും ഏഷ്യയിലും ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ പോപ്പുലേഷനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഒരു ഗ്രാഫ്, ഒരു കൊച്ചു ടിപ്പ് കാണുന്നത് ഇറ്റ്സ് ദാറ്റ് പ്ലേഗ്. പ്ലേഗ് കാരണം യൂറോപ്പ് ആൻഡ് ഏഷ്യൻ പോപ്പുലേഷനെ ഓൾമോസ്റ്റ് 50% പോപ്പുലേഷനെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ ഹെൽത്ത് കെയർ ഒക്കെ ബെറ്റർ ആയതിനു ശേഷം ഇതുപോലത്തെ ഡിസീസിനൊക്കെ അണ്ടർ കൺട്രോൾ ആക്കാൻ തുടങ്ങി. ഐ മീൻ ഇപ്പൊ തന്നെ വി ആർ ഇൻ എ പാൻഡമിക് റൈറ്റ് നൗ. കോവിഡ് ഇസ് pretty contagious. പക്ഷെ എന്നിട്ടും കോവിഡിന്റെ മോർട്ടാലിറ്റി റേറ്റ് കമ്പയർ ടു ലൈക്ക് ഇൻഫ്ലുവൻസ ഓർ സേ പ്ലേഗ് ഇറ്റ്സ് ഭയങ്കര കുറവാണ് ബിക്കോസ് ഓഫ് ഹൗ അഡ്വാൻസ്ഡ് ആർ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആണ്. റൈറ്റ്? സോ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈവൻ ബിഫോർ ദിസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാപ്പൻഡ് വേരിയസ് നാച്ചുറൽ കലാമിറ്റീസ് കാര്യങ്ങളൊക്കെ കൊണ്ട് എന്താ പറയാ ദുരന്തങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് എപ്പിഡമിക്സും പാൻഡമിക്സും നാച്ചുറൽ കലാമിറ്റീസും എക്സ്ട്രാ ടെറസ്ട്രിയൽ കലാമിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് ഇറ്റ് വാസ് എ ഹാർഡ് ടൈം. പക്ഷെ അതെല്ലാം നാച്ചുറലി ആയിരുന്നു, നാച്ചുറലി ബിൽഡപ്പ് ആയ ഒരു സംഭവമായിരുന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം ലൈക്ക് വൺസ് പീപ്പിൾ like started conquering the entire earth, like എല്ലാവരും നമ്മൾ തന്നെ agriculture start ചെയ്തു, industrial revolution start ചെയ്തു, all that stuff, and we started conquering the world. ഇപ്പൊ ഉണ്ടാവുന്ന most of the calamities are actually man-made. നമ്മൾ തന്നെ നമ്മുടെ കുഴി കൊണ്ടുവന്ന അവസ്ഥയാണ്. So even natural disasters like tsunamis or earthquakes or landslides, floods, all of these, even though it used to be here well before the population exploded, even nowadays നമ്മുടെ ആക്ടിവിറ്റീസ് കാരണം ഇത് ഭയങ്കരമായിട്ട് ആക്സിലറേറ്റഡ് ആണ്. നമ്മൾ കാരണം ഒത്തിരി earthquakes ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാരണം ഒത്തിരി ഫ്ലഡ്സ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാരണം ഒത്തിരി landslides ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫോറസ്റ്റ് ഫയർസ് ഉണ്ടായിട്ടുണ്ട്. Additional to these natural calamities, because of human development, man-made disasters വരാൻ തുടങ്ങി. Like nuclear disasters, right? അല്ലെങ്കിൽ atomic bomb disasters, പിന്നെ toxic waste കാരണമുള്ളത്, അല്ലെങ്കിൽ accidents, like motor vehicle accidents, factory accidents, gas leaks, അങ്ങനെയുള്ള വേറെ കുറെ പ്രോബ്ലംസ് arise ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമൻസ് കൂടുന്നതുകൊണ്ട് ഹ്യൂമൻസിന് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ലൈക്ക് കലാമിറ്റി വൈസ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, സോ next topic is about human health. Okay, so yeah, so human health. So what is health nu parna? If one person is considered to be healthy, adinte artham ayalku oru asugam illa ennalla. I mean, that doesn't mean that person is not sick. Like oru cold illengi a person healthy ennalla artham. Like maybe പനി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോഴോ, ചിക്കൻ പോക്സോ അങ്ങനെയുള്ള സമയത്താണ് നോർമലി നമ്മൾ ആ പേഴ്സണെ അൺഹെൽതി എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ബ്രോഡർ ടേംസിൽ ചിന്തിക്കുകയാണെങ്കിൽ ഡിസീസ് ഇല്ലാത്തൊരു കണ്ടീഷൻ മാത്രമല്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദ പേഴ്സൺ ഇസ് സോഷ്യലി ഹെൽതി, മെന്റലി ഹെൽതി ആൻഡ് ഫിസിക്കലി ഹെൽതി. എല്ലാത്തിനെയും സാറ്റിസ്ഫൈ ആണ്. ഓക്കെ, that a person who is going through a lot of stress, a person who is going through a lot of anxiety, he or she is not healthy. That means I'll suffer here. So being a healthy person does not mean that person
that person might exercise, that person might eat healthy, that person does not have any visible deformities, or that person may not have any kind of diseases. But if that person is like not mentally sound, like that person is like anxiety disorders or depression or that person is not healthy. So health is actually a state of complete physical, mental and social well-being. And also it's not healthy when a person is surrounded by bad situations. Like for example, ipo oru kutti valarunna oru situation, oru abusive home ilana aa kunji valarunnenkil, that person is not in a healthy lifestyle. That person, that child is going through a lot. So that means even though our kuttike physically oru prashanam illengilum, socially he or she is not healthy. So that is health. Adu manasilakkam. Okay. So പിന്നെ ഇവിടെ ഇത് ഇൻഡിവിജ്വൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞത്. ഇനി എൻവയോൺമെന്റൽ ഹെൽത്ത് ഉണ്ട്. എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ how healthy our environment is. Basically ഈ നമ്മളുടെ ചുറ്റുപാടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. Is it safe for us to stay there mentally and physically? Mentally and physically safe ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ that environment is called healthy environment. Okay. So before say 1842, that is before industrialization, ഞാൻ പറഞ്ഞു സാനിറ്റേഷന് പ്രത്യേകിച്ച് importance ഒന്നുമില്ലായിരുന്നു. In fact, there is actually a story which is a very famous story that says that ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പണ്ടൊക്കെ അസുഖം വരുന്നത് it's because of spirits നമ്മുടെ ശരീരത്തിൽ കയറുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു ബാഡ് സ്മെൽ മണത്തതുകൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നത്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. And nobody knew about germs അല്ലെങ്കിൽ disease causing agents നെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പം ഈ disease causing agents നെ പറ്റി scientific community മനസ്സിലാക്കിക്കൊണ്ടിരുന്ന സമയത്ത് there was a time when ആ സമയത്ത് one of the doctors said that it is good if you wash your hands every day. Like wash your hands and face every time you use the washroom, or wash your hands before you eat something. And the most funniest thing is our samayathu idu publish cheyidappo, like washing your hands and the importance publish cheyidappozhekku everybody laughed at. Like aarum adu vishwasichilla, ayale publish cheyida aale insane aita consider cheythu. Okay, so aa kaalaghattathil sanitationum hygieneum prathyekichu yadoru enna paraya importance illayirunnu. And that is why the plague one of the biggest reason was because of the lack of hygiene. Ottum hygienic allayirunnu. And in fact, I've seen some videos and at some point before the industrialization, plague one of the treatment methods was using rats. Rats in a randite cut, they used to rub the rat on wounds to heal it. Just imagine. So that is how uneducated they were when it comes to sanitation and hygiene. Okay, so adinishesham after the industrialization, appadana sanitation the importance manasilakkunu. How hygiene and sanitation is extremely important, and it helps in preventing diseases and having a good environment. Appam aa eraneyaanu the great sanitary awakening ennu parayunnu. Okay, so during ഇതിന്റെ അടിയിൽ ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സാധനം വന്നതിന് ശേഷം ഇതിനടിയിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. It means that how important sanitation is, like how important environment should be clean, like sanitizing the environment became important. Communicable diseases like plague, like for example our COVID, or say smallpox, influenza, അങ്ങനെയുള്ള disease ഒക്കെ communicable disease നെ contain ചെയ്യുന്ന തുറന്നു വിട്ടാൽ ലോകം മുഴുവനും പരക്കും. So basically that is what just happened in the last 2 years. So other than that, personal hygiene the importance പറയാം. Taking a bath every day, or at least not every day, അല്ലെങ്കിലും when you feel you're dirty, you should take a bath. You should wash your hands before you eat. You should wash your hands after you come out of the washroom. All that stuff is important. You should so personal hygiene becomes extremely important. പിന്നെ health services, അതായത് ഹോസ്പിറ്റൽസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. ആൻഡ് അസുഖങ്ങളെ റൂട്ടീനെ കണ്ടെടുക്കുക. തുടക്കത്തില് ലൈക്ക് ഐഡന്റിഫൈങ് ഡിസീസ് ബിഫോർ ഇറ്റ് സ്റ്റാർട്ട് സ്പ്രെഡിങ്. ഇനിഷ്യലി തന്നെ ആ ഡിസീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുക. ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രിവെൻഷൻ. പിന്നെ ഒരു സോഷ്യൽ മെഷീനറി ഉണ്ടാക്കുക, ഒരു ഒബ്സർവേഷൻ കമ്മിറ്റി ദാറ്റ് മേക്സ്
റൗണ്ട് സീയിങ് ദാറ്റ് എല്ലാ ആൾക്കാരും നല്ല കണ്ടീഷനിലാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു കമ്മിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്യുക. എങ്കിലേ ഒരു സാറ്റിസ്ഫൈങ് ഒരു ഹെൽത്തി പബ്ലിക് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഓക്കെ, സോ ഇതുവരെ ഡെവലപ്ഡ് കൺട്രീസ് ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, UK ആയാലും US ആയാലും കാനഡ ആയാലും മോസ്റ്റ് ഫ്രാൻസ് ആയാലും, all those countries public health in the context well developed are. You can't find leaking pipes or taps or അങ്ങനത്തെ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് സിസ്റ്റംസ്, ഓപ്പൺ ലാൻഡ് ഫിൽസ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അങ്ങനത്തെ കൺട്രീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻഡ്. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ആർ കേസ്, നമ്മുടെ ഇന്ത്യ ആയാലും പോലും there is a lot we can do. കാരണം ഇപ്പോഴും most sectors like especially the slum areas അല്ലെങ്കിൽ rural areas, അവിടെ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം പോയിട്ട് പ്രോപ്പർ വാട്ടർ സപ്ലൈ സിസ്റ്റം പോലും ഇല്ല. സോ developing countries have more to do than developed countries. അപ്പൊ developed countries already ഈ രീതിയിൽ ലൈക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പബ്ലിക് ഹെൽത്തിന്റെ 5 ഫാക്ടേഴ്സിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് they have moved on to the second stage, that is rehabilitation stage അല്ലെങ്കിൽ therapeutic stages, that is lifestyle diseases in a cure ചെയ്യാൻ തുടങ്ങി, like obesity or addictions, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റും റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ if you think about it, rehab centers ഭയങ്കര കുറവാണ്. And most often than not, rehab എന്ന് പറഞ്ഞൊരു സാധനം is treated like an asylum, അല്ലെങ്കിൽ it's ഒരു ജയില് പോലെ നമ്മൾ കണക്കാക്കുന്നത്. But rehab is not actually like that. A person suffering from addiction should be treated as a person of ill health. അയാൾക്ക് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഓക്കെ, അവരുടെ ചോയ്സ് ആണ് ഇതില് ഒരു എന്താ പറയാ അഡിക്റ്റീവ് സാധനത്തിൽ അവരുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ mental disorder. Adine we have to take it seriously and help them come out of addiction. അവരുടെ ഹെൽത്ത് വേണം, പക്ഷെ കുറെ സമയത്ത് ഫോർ എക്സാമ്പിൾ റെക്രിയേഷണൽ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയ ആൾക്കാരെടുത്ത് ഇറ്റ്സ് ഇംപോസിബിൾ ടു എന്താ പറയാ മേക്ക് സെൻസ് ടു ദം. അവർ ഒരിക്കലും റാഷണലി ചിന്തിക്കത്തേ ഇല്ല. സോ അവർക്കൊക്കെ ഒരു പ്രോപ്പർ റീഹാബ് സെന്ററിൽ പോയിട്ട് ദേ ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ്, ദേ ഷുഡ് ബി അവര് തുടക്കം മുതലേ റിഫ്രഷ് ചെയ്ത് കൊണ്ടുവന്നാലേ അവരെ സ്റ്റേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഓബിയസ്ലി മോസ്റ്റ് കേസസ് ഓർ നോട്ട്. ഇപ്പൊ ഇന്ത്യൻ പോപ്പുലേഷൻ ആയാൽ പോലും ഇന്ത്യൻ പോപ്പുലേഷൻ ആർ മച്ച് ലെസ് ഇൻ കേസ് ഓഫ് ഹാർഡ് ഡ്രഗ് യൂസേജ്, ബട്ട് എന്താ പറയാ ഓവർ ഡോസിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ, കിഡ്നി ഫെയിലിയേഴ്സ്, ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത് ബിക്കോസ് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഇന്ത്യയിൽ ഇപ്പോഴും കുറവാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെയർ പബ്ലിക് ഹെൽത്ത് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്തിനെ പറ്റിയാണ്. എന്തിനാ കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ബിക്കോസ് നമ്മളിപ്പം ഒരു ഇൻഡിവിജ്വൽ ലെവലാണ് ഒരു ഡിസീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മള് ആ ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് സ്പ്രെഡ് ആവുന്ന ഡിസീസസ്, ഇപ്പൊ കോവിഡ് അല്ലെങ്കിൽ കോളറ വാട്ട് എവർ ഇറ്റ് ഇസ്, സ്പ്രെഡ് ആവുന്ന ഡിസീസസ്. കോളറ ഇവിടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ ആണ് കോളറ. കോളറ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം വഴിയാണ് കോളറ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് കോളറ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഏതോ ഒരു വാട്ടറിന്റെ സോഴ്സ് എന്നാണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വാട്ടർ സോഴ്സിൽ നിന്നാണ് കോളറ കിട്ടിയിരിക്കുന്നെങ്കിൽ ദർ ഇസ് ഹൈലി ലൈക്ലി ദാറ്റ് വേറെ പല ആൾക്കാർക്ക് ഇത് കാണും, ഇല്ലേ? സോ ഇറ്റ് ബിക്കംസ് ഇമ്പോർട്ടന്റ് ടു ട്രീറ്റ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഇൻസ്റ്റെഡ് ഓഫ് അവിടെ ഇപ്പൊ ആ കോളറ വന്ന ആള് മാത്രം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് ആ കോളറ കിട്ടിയ സോഴ്സ് ഇപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ഇഫ് സംതിങ് ലൈക്ക് ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ട്രീറ്റ് ദി എൻറ്റയർ കമ്മ്യൂണിറ്റി ആസ് വൺ എൻറ്റിറ്റി, എങ്കിലേ ഈ ഹോൾ ഡിസീസിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ആ സോഴ്സ് എപ്പോഴും കണ്ടുപിടിക്കണം. ഇതിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഞാൻ റീസെന്റ് വായിച്ചതാണ് ദി കോളറ ഔട്ട്ബ്രേക്ക് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടില് കോളറ ഔട്ട്ബ്രേക്ക് വന്ന കുറെ സമയമുണ്ടായിരുന്നു. അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ what happened was അവരുടെ sewage system was so bad. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി. എക്സ്ക്യൂസ് മീ.
സോ സീവേജ് സിസ്റ്റം വാസ് സോ ബാഡ്. ആ ഗ്രോയിങ് പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സീവേജ് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ സീവേജ് വരുന്ന ഡ്രെയിനേജ് കംപ്ലീറ്റ് എവൻച്വലി എത്തിച്ചേരുന്നത് പല വാട്ടർ റിസോഴ്സസിലാണ്. ആൻഡ് അവിടുത്തെ മോസ്റ്റ് ഫേമസ് റിവർ വിച്ച് ഇസ് ദ തേംസ് റിവറിലാണ് ഈ സീവേജ് വേസ്റ്റ് കംപ്ലീറ്റ് പോകാൻ തുടങ്ങിയത്. ആൻഡ് ഈ വെള്ളം ഈ തേംസ് റിവറിലെ വാട്ടർ was the main source of water for almost the entire island of the United Kingdom. Okay, and ഇത് കാരണം multiple times, especially during the summer, cholera ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. Okay, and one of the scientists ആ സമയത്ത് okay എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ so summer സമയത്ത് because of the heat and humidity, cholera outbreaks recurrently for years വരാൻ തുടങ്ങി. അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് or something, they realized that this had something to do with the water system, but nobody believed it. അവിടെ ഉള്ള ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് because ഈ തേംസ് റിവറിനകത്ത് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ accumulate ആയി it started stinking. Okay, like bad smell വരാൻ തുടങ്ങി. And ആ bad smell കാരണമാണ് ഇവർക്ക് ഈ കോളറ വരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഇതുപോലെ വേറത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ദിസ് ഗായ് ഐഡന്റിഫൈഡ് ദാറ്റ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് സം വാട്ടർ സോഴ്സ് വഴിയാണ് വരുന്നത്. ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ലൊക്കാലിറ്റിയിൽ പോയിട്ട് ആ ലൊക്കാലിറ്റിയിൽ കുറെ ആൾക്കാർക്ക് ഒരുമിച്ച് കോളറ വന്നു. അപ്പം ഹി വെന്റ് ദെയർ ആൻഡ് അവിടുത്തെ വാട്ടറിന്റെ സോഴ്സ് ലൈക്ക് അവിടെ ഈ ഹാൻഡ് പൈപ്സ് ഉണ്ടായിരുന്നു. ആ ഹാൻഡ് പൈപ്പിൽ നിന്നായിരുന്നു അവിടെയുള്ള എല്ലാരെയും എല്ലാവർക്കും വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഹാൻഡ് പൈപ്പിനെ അതിൽ ഡിസ്ട്രോയ് ചെയ്തു. സോ ദാറ്റ് ദി എൻറ്റയർ ടൗണിലുള്ള ആൾക്കാർക്ക് വെള്ളം ഇല്ലാണ്ടായി. സോ ദോസ് പീപ്പിൾ ഹാഡ് ടു ഗോ ആൻഡ് ടേക്ക് വാട്ടർ ഫ്രം അനദർ പ്ലേസ്. അപ്പോഴത്തേക്ക് ഇമീഡിയറ്റ്ലി കോളറ കംപ്ലീറ്റ്ലി ആർക്കും വരാണ്ടിരിക്കാണ്ടായി. സോ ദാറ്റ് മീൻസ് അങ്ങനെ ഹി പ്രൂവ് ദാറ്റ് കോളറ വാസ് ബിക്കോസ് ഓഫ് ഈ വാട്ടറിന്റെ കേസ്. സോ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഫൺ ഫാക്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതുപോലുള്ള ഡിസീസസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പാർട്ട് ഇസ് എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് റിലേഷൻസ്. ഹൗ ആർ എൻവയോൺമെന്റ് എഫക്ട്സ് ആർ ഹെൽത്ത്. ഓക്കെ, 3 രീതിയിലാണ് പറഞ്ഞുള്ളത്. ഫസ്റ്റ് വൺ ഇസ് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന 3 രീതികളുണ്ട്. ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് നമ്മള് ജന്മന നമ്മുടെ ജനറ്റിക്സിൽ ഉള്ള പ്രോബ്ലംസ്, ജനറ്റിക് ഡിസീസസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഹീമോഫീലിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആൻസസ്റ്റേഴ്സിന് ആ അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. സോ അതിന്റെ ഇവിടെ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫിനൈൽ കീറ്റോനൂറിയ, ഹീമോഫീലിയ, മോംഗോളിസം, സിക്കിൾ സെൽ അനീമിയ, താലസീമിയ. ഇതിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഡിസീസ് ആണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറയുന്നത് ഹീമോഫീലിയ ഉള്ള ആൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ഇപ്പൊ വി സ്റ്റാർട്ട് ബ്ലീഡിങ്, റൈറ്റ്? ബിക്കോസ് ഓഫ് ഒരു കയ്യിലൊരു കട്ട് വരികയാണെങ്കിൽ വി സ്റ്റാർട്ട് ബ്ലീഡിങ്. ആൻഡ് ബിക്കോസ് നമ്മുടെ ഇനേ ടെൻഡൻസി ഉള്ളതുകൊണ്ട് ആ ബ്ലഡ് ക്ലോട്ട് ആവാൻ തുടങ്ങും, ഇല്ലേ? അങ്ങനെയാണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ബട്ട് പീപ്പിൾ വിത്ത് ഹീമോഫീലിയ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അവരുടെ ബോഡിയിൽ ആബ്സെന്റ് ആണ്. ഓക്കെ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആബ്സെന്റ് ആയതുകൊണ്ട് അവരുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. വാട്ട് ഹാപ്പൻസ്? അങ്ങനെ സംഭവിക്കുന്ന പറയാ കണ്ടിന്യൂസ് ബ്ലീഡിങ് കാരണം ദ പേഴ്സൺ ഡൈസ് ഓഫ് ഹെമറേജ്, ലൈക് ബ്ലഡ് ലോസ് കാരണം മരിച്ചു. ആൻഡ് ഇത് ഉള്ള ഒരു ഫേമസ് ഫാമിലിയാണ് നമ്മുടെ ബ്രിട്ടീഷ് റോയൽ ഫാമിലി. ക്വീൻ വിക്ടോറിയ വാസ് ആക്ച്വലി എ കാരിയർ. ക്വീൻ വിക്ടോറിയയുടെ 2-3 മക്കൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, ലൈക്ക് ഹീമോഫീലിക് ആയിരുന്നു, അങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഫേമസ് ഡോക്യുമെന്റഡ് കേസ് ഓഫ് ഹീമോഫീലിയ. പിന്നെ പറഞ്ഞുള്ളത് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ കേസിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിൽ ഡിഫറെന്റ് സെൽസ് ഉണ്ട്. അതിൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ എല്ലായിടത്തും എത്തിക്കുന്നത്, ഇൻ സിമ്പിൾ ടേംസ്. അപ്പം നമ്മുടെ നോർമൽ കേസിൽ റെഡ് ബ്ലഡ് സെൽസ് ആർ സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്, ലൈക് സർക്കുലർ സ്ഫെറിക്കൽ, ഒരു ഡിസ്കോയിഡ് ഷേപ്പ് എന്ന് അതിനെ പറയുന്നത് സയന്റിഫിക്കലി. ഈ സിക്കിൾ സെൽ അനീമിക് ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ റൗണ്ടഡ് ആയിട്ടുള്ള ബ്ലഡ് സെല്ല് സിക്കിൾ ഷേപ്പിലാവും, ഈ അരിവാള് പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ എന്താ പറയാ, ആ സെല്ലിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ ആ പേഴ്സൺ ഭയങ്കരമായിട്ട് അനീമിക് ആവും.
സോ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രീക്വന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് അല്ലാണ്ട് ദാറ്റ് പേഴ്സൺ കനോട്ട് ബി ക്യൂർഡ് ബിക്കോസ് ദിസ് ഇസ് എ ജെനറ്റിക് ഫാക്ടർ. അവരുടെ ബ്ലഡ് സെൽസ് അങ്ങനെയാ ഫോം ചെയ്യുന്നത്. സോ ജെനറ്റിക് ഇൻഫ്ലുവൻസസിന് സത്യം പറഞ്ഞാൽ ഇതുവരെയും ക്യൂർ എന്ന് പറയുന്ന സാധനം ഇല്ല. ബിക്കോസ് നമ്മുടെ ജീൻസിൽ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ. സോ അതുകൊണ്ട് ജെനറ്റിക് ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് ക്യൂർ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അൺലെസ് ഇഫ് സമൺ പെർഫെക്റ്റ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻ ദി ഫ്യൂച്ചർ. ഫൈൻ. ആൻഡ് പിന്നെ വേറൊരെണ്ണം പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡിസീസിനൊന്നും ക്യൂർ ഇല്ല. പക്ഷെ നമ്മുടെ ജെനറ്റിക് ഫാക്ടേഴ്സ്, നമ്മുടെ ജീൻസിനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഓൾസോ എഫക്ട് ചെയ്യാറുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്യാൻസർ. ഓക്കെ, ക്യാൻസർ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എന്താ പറയാ, നമ്മുടെ ഈ ഇപ്പം സാധാരണ ഒരു ഡിസീസ് ഉണ്ടാവും പോലെ എന്തോ ഫാക്ടറി കയറി ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ക്യാൻസർ ഉണ്ടാവുന്നതിന്റെ വൺ ഓഫ് ദി റീസൺസ് ആണ് നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും. ഇപ്പം ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് എ സ്മോക്കർ. സ്മോക്കിംഗ് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരാളുടെ ഉള്ളിലോട്ട് ഒത്തിരി ടാറ് കയറുന്നുണ്ട്. ടാറ് മാത്രമല്ല ടൊബാക്കോ കയറുന്നുണ്ട്. ഈ ടൊബാക്കോ എന്ന് പറഞ്ഞ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ they have a tendency to go and bind to നമ്മുടെ സെൽസിലെ ഏതെങ്കിലും, ഇപ്പം മേ ബി ഓറൽ, ഈ സ്മോക്കിംഗ് അസോസിയേറ്റഡ് ആൾക്കാർക്കൊക്കെ മിക്കവാറും വരുന്നത് ഒന്നെങ്കിൽ ഓറൽ ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ ആയിരിക്കും. സോ ലങ്സിനകത്ത് പോയിട്ട് ലങ്ങിലെ സെൽസിന്റെ DNA പോയി ബൈൻഡ് ചെയ്ത് DNA ചേഞ്ചസ് വരുത്തും. എന്തെങ്കിലും ഒരു ജീനെ ആക്ടിവേറ്റ് ചെയ്യുക, എന്തെങ്കിലും അതായത് ട്യൂമർ ജീൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. സോ ഇൻ ഓൾ അവർ സെൽസ് ഈ ഹലോ ഓക്കെ സോ അതിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ട് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഇറ്റ് ക്യാൻ ചേഞ്ച് ഇൻ ട്യൂമർ ആൻഡ് ദാറ്റ് ട്യൂമർ ക്യാൻ എവൻച്വലി ലീഡ് ടു ക്യാൻസർ. ഓക്കെ, സോ പിന്നെ വരുന്നതാണ് ഈ ഡയബറ്റീസ്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ കുറെ ഉണ്ട്. അലർജീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ ഫിക്സ് വരുന്നതൊക്കെ കുറെയൊക്കെ നമ്മുടെ ചുറ്റുപാട് കാരണം നമ്മളെ എക്സ്പോസ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് കാരണം വരുന്ന കേസസ് ആണ്. ഡയബറ്റിക് പേഷ്യൻസിന്റെ കേസിൽ വാട്ട് ഹാപ്പൻസ് ഇസ് അവരുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി പോകും. അവരുടെ പാൻക്രിയാസിന് സ്ട്രക്ചർ, പാൻക്രിയാസിനകത്തുള്ള സെൽസിന്റെ സ്ട്രക്ചർ മാറുമ്പോഴത്തേക്ക് ഇൻസുലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പേഷ്യന്റ് ഡയബറ്റിക് ആവുന്നത്. സോ ഇതിനൊക്കെ കുറെയൊക്കെ നമ്മുടെ ജീൻസ് ആയിട്ട് എൻവയോൺമെന്റിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബിഹേവിയറൽ ഇൻഫ്ലുവൻസസ്. അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ആൽക്കഹോളിസം, സ്മോക്കിംഗ്, ഡ്രഗ്സ്, ടൊബാക്കോ കഴിക്കുന്നത്, ഇറഗുലർ ഫുഡ് ഹാബിറ്റ്സ്, ഇറഗുലർ സ്ലീപ്പ്, ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുത്ത് മനസ്സിൽ വെക്കുന്നത്, ബീങ് ഓവർലി സ്ട്രെസ്ഡ്, ഓവർലി ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം ബിഹേവിയറൽ സ്റ്റഫാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് നമ്മുടെ ബിഹേവിയർ കാരണം നമ്മളിൽ തന്നെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ലൈക്ക് യു ക്യാൻ ചൂസ് ടു ബി ടെൻസ്ഡ് അബൌട്ട് സംതിങ് ആൻഡ് ചിലപ്പോഴൊക്കെ നമുക്കത് പറ്റത്തില്ലെങ്കിലും ആ സ്ട്രെസ് കാരണം നമ്മുടെ ബോഡിനെ ഒത്തിരി എഫക്ട് ചെയ്യാറുണ്ട്. I don't know if you guys know about it, but stress can cause a lot of problems in your bodies. അതിന്റെ ഏറ്റവും simplest example is like ചില ആൾക്കാർക്ക് സ്ട്രെസ് വരുമ്പോൾ they can't eat anything. അവരുടെ ആപ്പറ്റൈറ്റ് കംപ്ലീറ്റ്ലി പോകും, ഫുഡ് കഴിക്കാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര ആപ്പറ്റൈറ്റ്, കൂടുതൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് മുടി ഭയങ്കരമായിട്ട് പൊഴിയാൻ തുടങ്ങും. ചിലപ്പോ ഇറഗുലർ മെൻസ്ട്രുവൽ സൈക്കിൾ വരാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് അങ്ങനെ various number of problems can be associated with how we cope up with നമ്മുടെ ചുറ്റുപാടുള്ള സെൻസസ് ആയിട്ട്. ഓക്കെ, പിന്നെ ആൽക്കഹോൾ, സ്മോക്സ് ആൻഡ് ഡ്രഗ്സിനെ പറ്റി വേറെ കാര്യം പറയുള്ളൂ. ബിക്കോസ് വി ഓൾ നോ ഇറ്റ്. ആ പാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആൽക്കഹോളിസം ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. ലൈക്ക് നമ്മുടെ എൻറ്റയർ ഇപ്പം എന്താ പറയാ, നമ്മുടെ എൻറ്റയർ ബോഡിനെ കംപ്ലീറ്റ്, നമ്മുടെ സിസ്റ്റത്തിനെയാണ് അത് കംപ്ലീറ്റ്ലി എഫക്ട് ചെയ്യുന്നത്. Like while drinking alcohol or having a smoke or a cigarette smoke, what happens is നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എഫക്ട് ചെയ്ത്, നെർവ്സിനെ എഫക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഹൈ ഫീലിംഗ് ആ തരുന്നത്. വി ആർ ആക്ച്വലി പ്ലേയിങ് വിത്ത് അവർ ഓൺ, വി ആർ ജസ്റ്റ് പ്ലേയിങ് വിത്ത് അവർ ബോഡീസ് മെക്കാനിസംസ് അല്ലെ. ഓൾറെഡി നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഒരു മെക്കാനിസം ഉണ്ട്, അതിനെ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ് ഓൾ ദീസ് റെക്രിയേഷണൽ സ്റ്റഫ് കൊണ്ട്. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഹെൽത്തിനെ അൺഹെൽത്തി ആയിട്ട് എഫക്ട് ചെയ്യാം. ആൻഡ് ഫൈനലി ഡയറക്റ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്.
like physical factors and the chemical factors and the biological factors and the sociological factors and the psychological factors and ipo physical factors ആണെങ്കിൽ റേഡിയേഷൻ റേഡിയേഷൻ കാരണം സെൽസ് ഡാമേജ് ആയി മരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നോയ്സ് കാരണം നോയ്സിന്റെ നോയ്സ് പൊല്യൂഷനെ പറ്റി പറഞ്ഞു ചെവിമൊക്കെ അടിച്ചു പോകും. സോ അങ്ങനെ പ്രശ്നം വരാറുണ്ട്. ഹ്യൂമിഡിറ്റി കാരണം പ്രശ്നം വരാറുണ്ട്. ഡീഹൈഡ്രേഷൻ വരാറുണ്ട്. പിന്നെ കെമിക്കൽസ് ആണെങ്കിൽ പോയിസൺസ് ആൻഡ് ടോക്സിൻസ് കാരണം നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. ബയോളജിക്കൽ ഇപ്പം കോവിഡ് പോലെ വൈറസസ്, ബാക്ടീരിയ, ഫംഗസ് അത് കാരണം പ്രശ്നം വരാറുണ്ട്. സോഷ്യോളജിക്കൽ ലൈക്ക് ഓവർ ക്രൗഡിങ്. ചില ആൾക്കാർക്ക് ഭയങ്കര ക്ലോസ്ട്രോഫോബിക് ആയിരിക്കും. ദേ കാൻ സ്റ്റേ ഇൻ സ്മോൾ സ്പേസസ് അല്ലെങ്കിൽ ദേ കാൻ സ്റ്റാൻഡ് ഇൻ ക്രൗഡ്സ്. ഒത്തിരി ആൾക്കാരുള്ളത് ഭയങ്കര അൺഈസി ആയിരിക്കാം. പിന്നെ നെഗ്ലെക്ട്, അതായത് ഈ ഒട്ടും ഒരാളെ പറ്റി ആലോചിക്കാണ്ടേ ഇരിക്കുക, അയാളെ കംപ്ലീറ്റ്ലി നെഗ്ലെക്ട് ചെയ്യുക, അത് അയാളെ മെന്റലി ഹെൽത്ത് അഫക്ട് ചെയ്യും. പിന്നെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുക. ലൈക്ക് ചില ആൾക്കാർ വെൻ ദേ ട്രാവൽ ഫ്രം ഹോം ടു മേ ബി എ ഡിഫറെന്റ് കൺട്രി അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുത്താം. പിന്നെ സൈക്കോളജിക്കൽ പ്രശ്നം ലൈക്ക് ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ബോർഡം, അങ്ങനെയൊക്കെ നമ്മുടെ ഹെൽത്തിനെ ഫുള്ളി എഫക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വൈബ്രേഷൻ, റേഡിയേഷൻ, ആനിമൽസ്, മൈക്രോബ്സ്, ഓവർ ക്രൗഡിങ്, അതിനെയാണ് ഏജന്റ്സ് ഓഫ് ഇൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിനെ ഇനി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആസ് ബയോളജിക്കൽ, ന്യൂട്രിയൻ, കെമിക്കൽ, ഫിസിക്കൽ, മെക്കാനിക്കൽ ആൻഡ് എഫിഷ്യൻസി. അത് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പ്രിവെന്റീവ് ആൻഡ് മിറ്റിഗേറ്ററി മെഷേഴ്സ്, അതായത് ഈ ഡിസീസസും ഇതിനെയൊന്നും നമുക്ക് അങ്ങനെ ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആസ് ലോങ് ആസ് വി ബ്രീത്ത്, ആസ് ലോങ് ആസ് വി ആർ ആനിമൽസ്, നമ്മൾ ഇതിനായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. ദാറ്റ് ഇസ് ഫോർ ഷുവർ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിനെ അണ്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മോസ്റ്റ് ഓഫ് ദീസ് ഡിസീസസ് ലൈക്ക് എസ്പെഷ്യലി കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതൊക്കെ നമ്മുടെ ഒരു എൻവയോൺമെന്റിനെ പ്രോപ്പർലി സാനിറ്റൈസും ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പകുതിക്കുള്ള പ്രശ്നങ്ങൾ പോകും. ആൻഡ് നമ്മൾ മനുഷ്യര് നാച്ചുറൽ എൻവയോൺമെന്റിനോട് ഇൻഫിൽട്രേറ്റ് ചെയ്യാതിരുന്നാലും പകുതി കൂടുതൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരത്തില്ല. ലൈക്ക് ഇഫ് യു നോ, നമ്മുടെ കോവിഡ് വരാനുള്ള വൺ ഓഫ് ദ ബിഗസ്റ്റ് റീസൺസ്, ലൈക്ക് കോവിഡ് എങ്ങനെയാ വന്നേ, ചൈനയിൽ ഒരു ബാറ്റിനെ എങ്ങാണ്ട് കൺസ്യൂം ചെയ്ത സമയത്താണ് ഫസ്റ്റ് ബോഡിയിലോട്ട് കയറിയത്. സോ ദർ ആർ എ ലോട്ട് ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ വൈറസസ് ആൻഡ് ബാക്ടീരിയ ആനിമൽസിനെ എഫക്ട് ചെയ്യുന്ന മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പൊ നമ്മൾ ഈ ആനിമൽസിനെ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ദർ ഇസ് എ ചാൻസ് അതെങ്ങാനും മ്യൂട്ടേറ്റ് ആയ അവസാനം നമ്മളെ എഫക്ട് ചെയ്യണം. So the best thing is to leave the people, leave the animals in the forest ഒക്കെ alone, so that നമുക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തി വെക്കത്തില്ല. ആൻഡ് അല്ലാണ്ട് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഉള്ളത് ഇപ്പം ഈ ബിഹേവിയറൽ സ്റ്റഫ് ലൈക്ക് സ്ട്രെസ്. യെസ് മാം, അത് ശരിയായ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കാഞ്ഞത് കൊണ്ടല്ലേ, ഒരു ഹാഫ് കുക്ക്ഡ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുന്നുണ്ടല്ലേ? ശരിയായ ഹൈജീനിക് ആയിട്ടൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിലും രോഗം വരുമോ? ഇല്ലല്ലോ. ഒരു വെറ്റ് മാർക്കറ്റ് അവര് ചൈനക്കാർ ഫുഡൊക്കെ കഴിക്കുന്നത് തന്നെ കണ്ടിട്ടില്ലേ? ചിലതിനൊക്കെ ജീവനോടെ കഴിക്കുന്നതാണ്. ജീവനോട് obviously the first thing to do is cooked food കഴിച്ചാൽ ഡിസീസ് വരത്തില്ല. But if you talk about viruses എന്ന് പറഞ്ഞ സാധനം അതിന് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിന് അടിയിലും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് വൈറസസ് എന്ന് പറഞ്ഞൊരു സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് സം DNA, കുറച്ച് ന്യൂക്ലിക് ആസിഡിന്റെ ചുറ്റും കുറച്ചൊരു പ്രോട്ടീൻ ഷെൽ മാത്രമാണ്. അതൊരു ലിവിങ് തിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ സാധനം നമ്മൾ കുക്ക് ചെയ്താൽ ഈ സാധനം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോകത്തില്ല, അത് നമ്മുടെ ഉള്ളിലെത്തും. ഐ എം ടോക്കിംഗ് അബൌട്ട് വൈറസസ്, നോട്ട് ബാക്ടീരിയ. അപ്പം വൈറസസ്. ഹലോ, യാ Ma'am, what's your thoughts on new COVID variant? My thoughts on new COVID variant? Yes. Well, from what I saw in the news and papers, it's like they're saying it's a more contagious stuff, but there are other studies which say that it's not that contagious. But the thing is, how would I say? This Omicron variant would be here, and probable chances are it can mutate into more variants because it's a virus. It's an RNA virus and it's going to mutate more and more. So the only thing we can do about this is, until we as a community, there is something called a immunity at a population level. So until we attain that immunity, we have to stay safe. Like wear masks, do that stuff, and be safe. That's all. Because viruses can mutate pretty easily.
ഭയങ്കര പെട്ടെന്ന് like they can mutate so fast. That is why this is like Omicron variant, like alpha, beta, gamma, delta, Omicron. Like 5 variants have come in like less than 2 years. So that means imagine the rate of mutation. So പെട്ടെന്ന് mutate ചെയ്യാൻ പറ്റും. And the problem is vaccines may not be effective for further variants. So the best thing is to just keep yourself safe. And probable thing is I've heard about boosters coming into, like in US, they have already started giving booster shots to enhance their immunity against it. So it's the same thing can start in India as well. So that is like... Any special precautions about this that you can use? What? Any special precautions about this that you can use? The same thing, wear a mask, wash your hands, sanitize your facility, social distancing, that's the same thing. It's a virus. Nothing more than that. Wearing a mask itself actually reduces your chance of getting it significantly lower. So wear a mask, that is the best thing. Because I actually am staying in Punjab, and whenever I go out, right now everybody is like, everybody thinks that the virus is done, it's gone with. Nobody wears a mask. Please wear a mask. I mean, that is the only way you guys can protect yourself. So wear a mask. That's the only thing I can say. There is no other preventive, like there's no medicines, because it's a virus. We can't kill viruses because I really don't want to go into the biology of that. Viruses come into our body, then our body fights against the viruses and it will go on its own. So there is no like antiviral medicine because it's not a living thing in the first place. Like for bacteria, we have antibacterial medicine, but we don't have like antiviral medicine because viruses cannot be killed like that. They don't work like bacteria. So the best way is to keep ourselves safe from not getting the virus. And there is like no medicines or people, I mean, most of people suggest taking a paracetamol. The paracetamol, I'm telling it here, it does not kill the virus. Okay? Paracetamol is just a drug used to reduce our immune responses. Like once the virus enters our body, our immune system, it starts, expressing itself in the simple ways. And one of the way it expresses itself is through high fever. So our fever under control aakkan venditana body temperature korikkanokke that is നമ്മുടെ symptoms ne korikkan venditana for things like paracetamol or Advil okke edukkunne. So baki I hope you guys know how COVID affects our body, how it affects our lungs and breathing and stuff. I hope you guys know. If you don't know, okay, but one who fully vaccinated, that person also affected in new variant? Yep, obviously. Just because you're vaccinated doesn't mean that you won't get the virus. Of course, the virus enters your body. It's getting vaccinated means it will help you, keep the symptoms under control. You'll still get the virus. I mean, you'll still get COVID, but the effect or the severity would be substantially decreased. Just because you got 2 shots of vaccine does not mean that you are safe. Because even if you get the virus, there is a chance that you can transmit the virus to another person who is immunologically compromised. So, ma'am. Yeah. Is there anything like that in my area? People start biting the vaccine. There is anything, something like that? I didn't hear you actually. Can we please, can we do something? If you guys have any questions related to COVID or something, can we talk about it after the class? Like, because I really want to finish this chapter. Okay, ma'am. Okay, towards the end. Ask me questions towards the end, right? Yeah. And talking about the other doubt, like, like if you cook food, yeah, it eradicates a lot of disease-causing organisms, but viruses are not that easy. Plus, when I talk about humans infiltrating into forests, it doesn't necessarily mean we're going in there to collect food. Adu matra alla. Animals attack. Animals bite. Animals, when they see threat, they attack. And they transmit viruses into our body, right? So that is also another way that diseases we have never heard of actually comes into our system. So that is why I said it's better to leave
those ecologically safe spots alone. Just mind your own business. That's all. Okay. So yeah. The next thing about preventive and mitigatory welfare is about behavioral health issues like stress, anxiety, how we cope up with that. I mean, if you consider India being a developing country, and most of the students, I have to stress on this fact, most of the students, they do not actually have a childhood. They do not, like how our parents used to have. I mean, it's like competitively so pressurized. Like, I am part of that because I personally know how bad that is. Like ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്ക് it's like you need to know what you are supposed to do. You have to do this, you have to അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കളക്ടർ ആവുക അല്ലെങ്കിൽ IAS ഓഫീസർ ആവുക അഡ്വക്കേറ്റ് ആവുക. You need to do this എങ്കിലും ലൈഫ് ബെറ്റർ ആവുള്ളൂ. സോ ഒരു കോൺസ്റ്റന്റ് റേസ് ആണ് എൻട്രൻസ് എഴുതാനായാലും. എൻട്രൻസ് ഇപ്പൊ 10ാം ക്ലാസ് വരെ പറയും 10ാം ക്ലാസ്സിന്റെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണെന്ന്. 12 ആകുമ്പോൾ പറയും 12ലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണ്. അവസാനം കോളേജിൽ കയറിയാൽ മതി നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണ്. കോളേജ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരാൻ തുടങ്ങും. വാട്ട് ജോബ് ക്യാൻ ബി ഡു? Like most of the students, especially those who go into engineering fields because where on the kitanda kariya alkar, what happens is they're jobless. They are like completely clueless. So atriki pressure aanu nammada mind la kiyana. So it's like a rat race. So it becomes extremely important that to acknowledge that life is not about all of this stuff. Like there are more things to life than, you know, just being number one in everything. So it's important that first line, you should always be your priority. Your mental health should be your priority. Don't do anything. Like, I mean, I know, family pressure, family, family support, we are forced to, dreams sacrifice and but I know because I am personally going through that because I have to sacrifice a lot of my dreams so that I can support my family. Okay, right? So, mental health, take care of your mental health, because if that is gone, like if you fall into depression, trust me, it's not a good place to go to. Depression like whatever you have sacrificed, meaningless aipo. So it's important to take care of your mental health just as how it's important to take care of your physical health. Okay, so that is about health and stuff. Next thing is about natural disasters. So natural disasters basically, according to WHO, World Health Organization, it's a calamity that causes damage, economic disruption, human life loss, and deterioration in health and health services. Like all aspects, health, economy, infrastructure, everything adversely affecting an event what a natural disaster. And in Asia, Asian countries are the most affected by natural disasters. Be it earthquakes, floods, landslides, droughts, cyclones, compared to Europe and Australia, one major natural calamity Europe and Australia, Asia 50 natural calamities in our southern. It could be because of the size, it could be because of our Asia and the Nadikana, best example, Asia and the Nere almost Nadikana, the Himalayas. So the tectonic plates and our entire continent. So that means constant tectonic movement. So earthquake is extremely prone on it, especially in North India. It's extremely prone to earthquakes and landslides. So land is sensitive in Asia. And Asian countries, like especially South Asian, Southeast Asian, South Asian countries, humid humidity and this humidity African countries frequently epidemics. Like for example, Ebola came. So it's because of high humidity, right? So natural disasters could be epidemics, pandemics, earthquakes, landslides, tsunamis, cyclones, floods, droughts,
നാഷണൽ കലാമിറ്റീസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഫസ്റ്റ് പറയുന്നത് എർത്ത് പറ്റിയാണ്. എർത്ത് ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എർത്തിന്റെ ക്രസ്റ്റിന് അടിയിൽ നിന്ന് വൈബ്രേഷൻസ് എനർജി അക്യൂമുലേറ്റ് ആയി വൈബ്രേഷൻസ് എമിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ലൈക് ബേസിക്കലി വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എർത്ത് സ്റ്റാർട്ട്സ് ലിറ്ററലി കുലുങ്ങും ലൈക് ദ ക്രസ്റ്റ് സ്റ്റാർട്ട്സ് മൂവിങ്. ആ മൂവ്മെന്റ് കാരണം ജസ്റ്റ് ഇമാജിൻ എൻറ്റയർ ഫൗണ്ടേഷൻ മൂവ് ആണെങ്കിൽ അതിന്റെ മണ്ടിലുള്ള എല്ലാ സാധനം പൊട്ടി താഴെ വീഴും. സോ ദാറ്റ് ഇസ് ഹൗ ഇൻ സിമ്പിൾ ടേംസ് ദാറ്റ്സ് ഹൗ an earthquake works. ഒരു earthquake-ന് 5 സോൺസ് ലൈക് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ് ആൻഡ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെ 5 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഹൗ സിവിയർ ദ ഡാമേജ് ക്യാൻ ബി. ആൻഡ് there is like a seismic zones map given for our country, and as you can see most of North India like Jammu Kashmir, that is North India means the North Indian part which is lying closer to the Himalayas. That land is extremely sensitive. So extremely sensitive. Ma'am, hello. Yes. Can earthquake be predicted? It can be predicted. Actually, it's difficult to. Is there any equipment that we can use during that? Actually, till now, no, nothing. We can only measure the intensity of earthquakes. Okay. Give me a minute and a lap in my laptop charger. Let me just put. Hello? Am I audible? Yes, ma'am. Yeah, okay. So, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. And even earthquake in the intensity, we can measure the intensity of the earthquake using a particular scale called the Richter scale. Okay? So, yeah, that is about earthquake. Next one is floods, cyclones, and tsunamis. Most of India, north, south, east, west, most of India is actually prone to calamities which are related to water. Mainly floods. Floods, irrespective of where you are in India, every region, most of the region in India are prone to floods because we have a lot of water resource. We have a lot of rivers. ഒത്തിരി rivers ഉണ്ട് നമ്മുടെ കൺട്രിയിൽ. സോ നോർത്ത് ഇന്ത്യയിലായാലും ലൈക്ക് ഇപ്പോ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടായ ഫ്ലഡ്സ്, ഇപ്പൊ കേരളത്തിലുള്ള ഫ്ലഡ്സ്. സോ മോസ്റ്റ് ഓഫ് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഹൗ അവർ ജോഗ്രഫി ഇസ്. ആൻഡ് എന്തുകൊണ്ട് ഫ്ലഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വൺ ഓഫ് ദ റീസൺസ് ഇസ് climate extreme. ഒത്തിരി മഴ കാരണം if you are getting a lot of rain in a short period of time, നമ്മുടെ entire water body starts overflowing. So that is one cause of floods. Second one is snow and ice ഭയങ്കരമായിട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ like glaciers starts melting. That is what happened. That's what happened during the Uttarakhand flood. A lot of ice started melting. The glaciers started overflowing, and it caused havoc in Uttarakhand during the floods in Uttarakhand. So glacial melting and ice cap melting, dam collapse everything. Okay, Keralites will know that this is a probable thing that could happen with our Mullaperiyar Dam. So dams collapse, and because it's done. There is every man-made structure has an expiry date. Okay, so if you keep pushing its limit, it will eventually go to break. So അത് break ആയി എന്ന് സംഭവിക്കുക. ഡാം എന്ന് പറയുന്ന ഒരു entire water body system-ത്തിനെ തടയുന്ന ഒരു സാധനം. ആൻഡ് വർഷങ്ങളുടെ നിൽക്കുക, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഡാം ഉണ്ടെങ്കിൽ അതിന് ചുറ്റും സെറ്റിൽമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഡാമിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് പ്രഷർ കൊടുത്താൽ ഇറ്റ് വിൽ ബ്രേക്ക്, ഇറ്റ് വിൽ കൊളാപ്സ്. അത് ആ ഹോൾ ഏരിയനെ ഫ്ലഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ത്രെറ്റ് Mullaperiyar Dam poses right now. Okay, പിന്നെ പറയുന്നത് deforestation and landslides. Landslides and deforestation ഉണ്ടാകുമ്പോഴത്തേക്കും എന്താ പറയാ, ഈ river, let's take a river flows through ഒരു എന്താ പറയാ ഒരു കുഴി പോലത്തെ സ്ഥലം, അതാണ് ഒരു റിവർ ബേസിനിലൂടെ ഫ്ലോ ചെയ്യുന്നത്. If there are not much trees or forests around, our banks, river banks become extremely brittle, and there is a chance that it can slide off and the water can overflow everywhere. The opposite thing is
റിവർ ബാങ്കിന്റെ അടിയിലുള്ള റീജിയനിൽ ഒത്തിരി ഡെബ്രീസ് വന്ന് അടിഞ്ഞുകൂടി റിവറിന്റെ കപ്പാസിറ്റി കുറയ്ക്കും. റിവറിന്റെ കപ്പാസിറ്റി കുറച്ചാലും same thing happens. Either the river banks gets disrupted or the river's carrying capacity decrease. In two cases, river starts overflowing, causing floods. And finally, lack of coordination between officials of adjoining countries or states. Like, river is not like a river or any water body or lake. It's not, unless the entire boundary is within one state. അത് ഒരു റിവറോ ലേക്കോ ഒന്നും ഒരു ഫുൾ സ്റ്റേറ്റിൻ്റെതല്ല. ഇപ്പൊ നമ്മുടെ കേസിൽ തന്നെ the Ganga river flows through a lot of states, right? Then Brahmaputra does not start in our country. It starts outside. I'm not sure which state. I think it's Nepal or something. It starts there, then it flows through our country. It ends in Bangladesh. Okay, it ends in Bangladesh. So it's in a different country. So there are instances where people, for example, let's say ഒരു റിവർ രണ്ട് സ്റ്റേറ്റ്സിൽ കൂടെ ഫ്ലോ ചെയ്യാണ് ആൻഡ് സ്റ്റേറ്റ് എയില് ആ റിവറിൽ ഒരു ഫ്ലഡ് വാർണിംഗ് വന്നു. ഫ്ലഡ്സ് ഭയങ്കര മഴ കാരണം ഫ്ലഡ് ഉണ്ടാവും. സോ അവിടുന്ന് റിവർ ഫ്ലോ ചെയ്ത് അതിന്റെ ഡൗൺ സ്ട്രീമിൽ ഉള്ള സ്റ്റേറ്റിന് പ്രോപ്പർ വാർണിംഗ് കൊടുത്തില്ല എങ്കിൽ the state would not be prepared to handle the loss. So our proper communication between states and countries become very important. Okay, so that is floods. പിന്നെ ഈ ഫ്ലഡ്സ് കുറയ്ക്കാനുള്ള പല മാർഗങ്ങൾ എന്ന് വെച്ചാൽ പ്രോപ്പർ ഏരിയാസിൽ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക, സ്മോളർ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ബിൽഡിംഗ് ബിഗ് ഹ്യൂജ് ഡാംസ്. ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് control here. Okay, climate change is actually one of the biggest reasons other than population growth which causes a lot of problems like natural calamities and the frequency. പിന്നെ river banks കുറച്ചുകൂടെ എന്താ പറയാ embankments കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യുക, കുറച്ചുകൂടെ ബിൽഡ് ചെയ്യുക. ലൈക്ക് embankments കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യുക, ഒരു കോൺക്രീറ്റ് സ്റ്റഫ് എന്തെങ്കിലും കൊണ്ട് കൂടുതൽ എൻഫോഴ്സ് ചെയ്യുക, റീഇൻഫോഴ്സിംഗ് ദി റിവർ embankments which helps in flood control. ഫ്ലഡ് പ്രോൺ റീജിയൻസിൽ പ്രോപ്പർ പ്രിപ്പയർഡ് മെഷേഴ്സ് എടുക്കുക. ആൻഡ് ഫ്ലഡ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വി ഷുഡ് ഹാവ് ലൈക്ക് ഒരു ഫ്ലഡ് കൺട്രോൾ ചാനൽസ് ബിൽഡ് ചെയ്ത് സോ ദാറ്റ് വി ക്യാൻ എന്താ പറയുക ഡയറക്ട് ദ ഫ്ലഡ് വാട്ടേഴ്സ് ടു എ ഡിഫറെന്റ് ഏരിയ. അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാം. സോ ദാറ്റ് ഇസ് ഫ്ലഡ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സൈക്ലോൺസ്. സോ സൈക്ലോൺസ് ആർ ബേസിക്കലി ഇൻ വെരി സിമ്പിൾ ടേംസ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ്. ഓക്കെ, ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് കടലിന്റെ മണ്ടയിലുള്ള അറ്റ്മോസ്ഫിയർ വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ സ്റ്റാർട്ട്സ് ഡ്രോപ്പിംഗ് വെരി ഫാസ്റ്റ് അവിടെ ഒരു ലോ പ്രഷർ ഏരിയ തുടങ്ങും. അങ്ങനെ അറ്റ്മോസ്ഫിയർ സ്റ്റാർട്ട്സ് സിങ്കിങ് ഡൗൺ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് സ്പൈറലിംഗ്. ഞാനിത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ്സ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ദാറ്റ്. Basically what happens is low pressure area lote heavy atmosphere sinking ചെയ്ത് spiral ചെയ്യാൻ തുടങ്ങും. ഒരു spiral formation of clouds തുടങ്ങും where the wind velocities are very high. Windന്റെ velocity ഭയങ്കര കൂടുതലായിരിക്കും, മഴ ഭയങ്കര കൂടുതൽ, temperature ഭയങ്കര വരാൻ തുടങ്ങും. And once this forms over the ocean then it starts moving towards land area and that is what happened. Like 2-3 cyclones ഇപ്പം കേരളത്തിനെയും തമിഴ്നാട്ടിനെയും ഗുജറാത്തിനെയും അവിടെ ഇവിടെയൊക്കെ എഫക്ട് ചെയ്തു ഇല്ലേ. So these were formed like that. It will go towards the land because land in the Mandela low pressure zone. So from higher pressure to lower pressure, the cyclone moves towards the land, and with the cyclone, it brings heavy rains, high velocity winds, which causes a lot of infrastructure and life loss. Okay, so there is no way to prevent this from happening, but there are ഇപ്പോഴത്തെ വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് ഈ ലോ പ്രഷർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് വി ക്യാൻ പ്രെഡിക്റ്റ് വെൻ എ സൈക്ലോൺ ക്യാൻ കം. സോ ദാറ്റ് ഇസ് വൈ ഇപ്പൊ വന്ന സൈക്ലോൺ ഒക്കെ നേരത്തെ വി ന്യൂ ദിസ് വാസ് ഗോയിങ് ടു കം, വി ന്യൂ ദ പാത്ത് ഇറ്റ് വാസ് ഗോയിങ് ടു ടേക്ക്, റൈറ്റ്? സോ നമുക്ക് വി വർ ഏബിൾ ടു മിനിമൈസ് ദ ഡാമേജ്. പ്രോപ്പർ ഇവാക്യുവേഷൻ സ്ട്രാറ്റജീസ്, പ്രോപ്പർ റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എടുക്കാൻ പറ്റിയത്. ഓക്കെ, നൗ ഫൈനലി സുനാമി. Tsunami happens when എന്താ പറയാ ഇപ്പൊ സേ ഒരു earthquake, ഒരു volcanic eruption എന്തെങ്കിലും അണ്ടർ വാട്ടർ സംഭവിക്കുകയാണെങ്കിൽ. What are the types of cyclones? You didn't have mentioned.
What are the types of cyclones? Matlab, cyclone is a single event, no? No, how many types of cyclone? Like, are you talking about hurricane and that stuff? Actually, cyclones are something that happens over the ocean, but I'm not sure how it's different from cyclones. But hurricane and cyclone are not the same. That I know. Okay, it happens. And what is the middle tip of the cyclone called? The eye of the cyclone. It's called the eye. Okay. Okay. Okay, ma'am. Okay. Yeah. Yeah, fine. Then comes tsunamis. Tsunamis happen when there is like a seismic activity underwater. Like kadal അടിയിൽ എന്തെങ്കിലും earthquake or volcanic eruption എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ pressure differences കാരണം like energy differences കാരണം the water starts rising up. Okay. The thing is, if it's happening in like deeper waters, like ഈ ഷോറിന്റെ അടുത്തോട്ടാണ് ഈ seismic activity വരികയാണെങ്കിൽ the effect of the tsunami would be so high, and that is what happened in the 2004 tsunami. Okay, like Sumatra originated it was so close to land, and the intensity was 9 ആയിരുന്നു റിച്ചർ സ്കെയിൽ earthquake-ന്റെ. ഇത് കാരണം entire Indian Ocean-ലുള്ള മിക്ക കൺട്രീസിനെയും ഈ സുനാമി അഫക്ട് ചെയ്യാൻ തുടങ്ങി. So the water starts rising to huge heights, like 8 to 15 meters heights like water rise ചെയ്ത് the water starts engulfing the entire coastline, causing massive destruction and life loss. Okay, so the 2004 tsunami was the largest ever recorded history largest ever tsunami ആണ് 2004 tsunami. Okay. പിന്നെ tsunamis prevent ചെയ്യാൻ പറ്റത്തില്ല because we can't prevent earthquakes from happening. But tsunamisന്റെ എന്താ പറയാ എഫക്ട് കുറച്ചുകൂടെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കോസ്റ്റൽ ലൈൻസിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ്. ലൈക്ക് വിത്ത് മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ കോറൽ റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ what happens is these വരുന്ന വേവ്സിന്റെ ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. So natural ways of limiting or suppressing the effect of tsunami is is through mangrove forests and coral reefs. So it makes it more important to save our Sundarban mangrove forests. Okay. So now the last natural disaster given in your textbook is droughts. Okay. Droughts എന്ന് പറയുന്നത് it's basically the opposite of floods. Floods സംഭവിക്കുന്നത് when there is like ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ ഒത്തിരി വെള്ളം ലൈക്ക് ഇപ്പൊ മഴ വരുന്ന സമയത്തൊക്കെയാണ് ഫ്ലഡ്സ് ഒക്കെ സംഭവിക്കുന്നത്. സോ ഡ്രോട്ടിൽ എന്ന് പറയുന്നത് drought happens when ഒരു പ്രൊലോങ്ഡ് പീരീഡിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. റെയിൻ കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല, എല്ലാ വാട്ടർ റിസോഴ്സസ് becomes dried up. So such kind of things are called drought. Okay, and drought is not a sudden thing. Okay, like for floods aanengi once rain happens within like a week we know that there is a flood coming, flood is happening. But drought is a creeping calamity. It can last for years, months to years. I think it is slowly. If say ഒരു dry period ഉണ്ടെങ്കിൽ we always expect rain to come the other side, but rain വരത്തില്ല, and this can go on continuing for years. Okay, and what is the problem with droughts? Droughts in the effect affects almost everything, like economically, socially, and environmentally. Droughts affecting. So economically, if it's dry conditions and no water is available, entire agriculture stopping, industrial water supply completely stopping. So economic produce okay. Environmental damage. So soil completely erode. Erosion of soil takes place. The soil becomes extremely dry and deficient of nutrients, and it can also cause damages to both plant and animals because the soil is bad. So there is no plants. If there are no plants, there are no animals. The animal starts having a hard time. Okay. Finally, social problem.
like food shortage. Agriculture, if agriculture was not working, food shortage ഉണ്ടാവാറുണ്ട്. Food shortage കാരണം ആൾക്കാർക്ക് ഫുഡ് ഇല്ലാണ്ടാവും, starvation വരാൻ സാധ്യതയുണ്ട്, and thus leading to famine. Famine കാരണം ഒത്തിരി starvation മരണങ്ങൾ നടക്കും. Okay, so how to take precautions in drought prone areas? അവിടെ ചെയ്യുന്ന വെച്ചാൽ ഈ നമുക്ക് ചിലയിടത്തൊക്കെ drought prone areas എന്ന് പറയാൻ പറ്റും. Like for example, Northern Kerala is a drought prone area. Rajasthan is a Rajasthan and Gujarat is a drought prone area. So അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അവിടുത്തെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക how important is to save water and to build reservoirs, construct small reservoirs to store water in case of emergencies. Okay, then agriculture like scientific farming adopt here, like minimal use of water, like drip irrigation systems, അങ്ങനെയുള്ള irrigation systems എടുക്കുക. So minimize the use of water in both agricultural and industrial uses. Okay, and groundwater protect here. Groundwater are epoch last source in case of drought. കാരണം groundwaters are protected in general cases, but if you judicially അല്ല ആണ് groundwater ഉപയോഗിക്കുകയാണെങ്കിൽ that could also run off. Okay, പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് water harvesting measures. What are the different ways to save അല്ലെങ്കിൽ harvest water? That is during rainfall, roofil collect ചെയ്തിരിക്കുന്ന വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. Then ഈ flood, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ flood waters, like there are seasonally മഴ പെയ്യുമ്പോഴത്തേക്ക് the rivers start to overflowing, right? So you can actually direct the water by creating small channels and reservoirs to store those waters for drier period of time. So അങ്ങനെ ചെയ്യാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സയന്റിഫിക് ഫാമിംഗ് അക്കോമഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫറെന്റ് വാട്ടർ കൺസർവിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ച് വാട്ടറിനെ ഹാർവെസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് ഇതൊക്കെ കൊണ്ടുള്ള ഉപയോഗം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് പ്രൊവൈഡ് ഡ്രിങ്കിങ് വാട്ടർ, പ്രൊവൈഡ് ഇറിഗേഷൻ വാട്ടർ, ഇൻഡസ്ട്രീസിന് വെള്ളം കൊടുക്കും, ഗ്രൗണ്ട് വാട്ടറിന് റീചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ reduce seawater ingress in coastal areas. Like coastal areas, what happens is coastal areas freshwater systems dry out down തുടങ്ങിയാൽ seawater enters the freshwater system, which is not good. I mean, we drink the water, we can't drink salt water. So അത് കുറയ്ക്കാൻ പറ്റും. So അങ്ങനെ water harvesting methods and water conservation methods adopt ചെയ്യുകയാണെങ്കിൽ there are ഇതുപോലുള്ള different benefits ഉണ്ടാവും. Okay, now the final part is preparedness for disaster management. Okay, so disasters ne namukku completely eradicate ചെയ്യാൻ പറ്റില്ല. It is going to be there, whether it is at pandemics or natural calamities. It is always going to be there. But what we can do is ഒരു long termil ഈ ഡിസാസ്റ്റേഴ്സിനെ എങ്ങനെ നമുക്ക് അതിന്റെ ഡിസാസ്റ്റേഴ്സിന്റെ എഫക്റ്റിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ അതിനുള്ള ഇപ്പൊ ഓരോ പ്രോജക്റ്റ് എടുക്കുമ്പോഴും ലൈക്ക് ബിൽഡിംഗ് എ ഡാം ഓർ ഹാവിംഗ് ബിൽഡിംഗ് എ ഹ്യൂജ് ഫാക്ടറി, അങ്ങനത്തെ ഉള്ള എന്ത് കേസ്, അല്ലെങ്കിൽ ബിൽഡിംഗ് എ ന്യൂക്ലിയർ റിയാക്ടർ, സോ എന്ത് പ്രോജക്ട്സ് എടുക്കുമ്പോഴത്തേക്കും is there any associated disasters that can happen? Okay, ഇപ്പം ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് സൈക്ലോൺസിനെ നമുക്ക് പ്രെഡിക്ട് ചെയ്ത് പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും. ബട്ട് earthquakes, tsunamis are more difficult to predict. Okay, so അതിനൊക്കെ അങ്ങനത്തെ ഉള്ള പ്രോൺ റീജിയൻസിൽ അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക. സോ പ്രിപ്പയർ ദം ദാറ്റ് ഇഫ് സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻസ്, ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഡു. ലൈക്ക് ഇൻ earthquake regions, if an earthquake comes in, try to get shelter under a really എന്താ പറയാ really steady ഒരു എവിടെയെങ്കിലും അടിക്കറിയിക്കുക, so that മേളിൽ നിന്ന് വീഴുന്നൊന്നും നമ്മളെ കുത്തിക്കൊല്ലത്തില്ല, something like that. So there are a lot of measures. So educate the people in the areas prone to natural disasters how they can manage disaster. Okay, പിന്നെ projects like dam building, nuclear projects, അതിനൊക്കെ there are a lot of risks associated with it. So ആ risk identify ചെയ്ത് അത് properly mitigate ചെയ്യാൻ പറ്റുന്നുള്ള ശ്രമങ്ങൾ നടത്തുക. So that is how we can prepare for a disaster, right? So effective ആയിട്ട് റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രീ പ്ലാനിങ് ഇസ് നീഡഡ്. ഇതിപ്പോ സോൾലി ഐ എം ടോക്കിംഗ് അബൌട്ട് ഡിഫറെന്റ് പ്രോജക്ട്സ്. ലൈക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ സ്റ്റഫ് ലൈക്ക് റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഓർ ഹോസ്പിറ്റൽസോ വാട്ട് എവർ എന്തൊക്കെ കൺസ്ട്രക്ട് ചെയ്യാറുണ്ടോ ആ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ആ ബ്ലൂ പ്രിന്റിൽ നോക്കുക അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ചർ ഡസ് ഇറ്റ് എഫക്ട് ദി എൻവയോൺമെന്റ് ഇൻ എനി വേ. ലൈക്ക് ഇഫ് യു ആർ ബിൽഡിംഗ് എ ഹ്യൂജ് ആസ് ഡാം, ഒരു വെരി ബിഗ് ഡാം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ അവിടുത്തെ ലാൻഡിന് ഭയങ്കര എക്സസീവ് പ്രഷർ ആയിരിക്കും. ആൻഡ് അത് കാരണം ഇറ്റ് കൻ കോസ് വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലം. അപ്പം അതുകൊണ്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ബിൽഡ് എ സ്മോളർ ഡാം, റൈറ്റ്? സോ ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ
we should be extremely careful that we should build a nuclear reactor in only isolated regions and not where people live, right? So that becomes important. And how they dispose waste, that is also important. Toxic waste, എങ്ങനെ dispose ചെയ്യും, എവിടെ dispose ചെയ്യും. So when you start, like when you, even before starting the construction, you need to see ഇതിനെ പറയുന്നത് environmental impact assessment or environmental risk assessment, EIA or ERA. അപ്പൊ എന്തൊരു കൈൻഡ് ഓഫ് പ്രോജക്ട്സ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു EIA നടത്തുവാൻ, ഒരു environmental impact assessment ചെയ്യണം ആ സംഭവത്തിന്. Okay, so that we'll know if something goes wrong, we'll know where it went wrong and how we can take mitigatory measures. Right? ഇനി അഥവാ എന്തെങ്കിലും ഡിസാസ്റ്റർ സംഭവിച്ചു, even after all these planning, അതിനും ഒരു പ്രോട്ടോകോൾ വേണം. ലൈക്ക് ഇന്ന് ഇപ്പം ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ സംഭവിച്ചു. ന്യൂക്ലിയർ ഡിസാസ്റ്റർ സംഭവിച്ചാൽ the first line of thought should be ആ എൻറ്റയർ ഏരിയനെ ഇവാക്യുവേറ്റ് ചെയ്യുക. ഇവാക്യുവേറ്റ് ചെയ്തിട്ട് we have to contain the damage. കണ്ടെയ്ൻ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. And ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് മെഷേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് the Chernobyl nuclear disaster became very, very, very bad. Like they were so delusional. The people there were so delusional. They didn't. അവർക്ക് മനസ്സിലായിട്ട് പോലും, like, because most of the workers who work in factories, they are not actually well educated about what is actually happening there. അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സില്ലേ, അവർക്ക് ശരിക്കും ഇതിന്റെ ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ് ഒന്നും അറിയത്തില്ല. They're just operating everything. So physics behind it അറിയുന്ന ആൾക്കാർ should be there to, എന്താ പറയുക, they should identify the problem. They should have done something immediately. They didn't. In case of Chernobyl disaster, they did not evacuate people immediately. And nobody knew what was the. Nobody even. They were so, എന്താ പറയാ, stupid that ഒരു radiations was started. Radioactive decay നടക്കുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. That is why the disaster became so bad. So even in Bhopal gas tragedy ആ ലീക്ക് സംഭവിച്ചത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് എന്താ പറയാ ഒത്തിരി മരണം സംഭവിച്ചത്. If that leak was identified quickly, like proper checks, every regular checks are important in such kind of industry. Check for leaks, അല്ലെങ്കിൽ എല്ലാം properly ആണ് ഡിസ്പോസ് ചെയ്തിരിക്കുന്നതൊക്കെ fully identified. If not, such disasters can happen. Okay. പിന്നെ അതിനുശേഷം ആഫ്റ്റർ ദ ഡിസാസ്റ്റർ അതിനുള്ളതാണ് പിന്നെ വരുന്ന റീസെറ്റിൽമെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, ലൈക്ക് ആഫ്റ്റർ എനി ഡിസാസ്റ്റർ a lot of people get displaced. Like ഇപ്പൊ ഫ്ലഡ്സ് ആണെങ്കിലും സുനാമി ആണെങ്കിലും earthquake ആണെങ്കിലും property loss. അപ്പൊ ഒത്തിരി ആൾക്കാർ they go and try to find shelters and rehabilitation camps. അല്ലെ? And it is extremely important for the state or the central government to provide proper safety for those people. കാരണം അവരുടെ entire belongings നഷ്ടപ്പെട്ടു, അവരുടെ വീട് ഷെൽട്ടർ കംപ്ലീറ്റ്ലി പോയി. So it becomes extremely important to have proper resettlement and rehabilitation facilities. Like എന്താ പറയാ, ഈ immediately ഡിസാസ്റ്ററിന് ശേഷം അവർക്കൊക്കെ സെറ്റിൽമെന്റ് ഉണ്ടോ, നോബഡി ഈസ് എന്താ പറയാ ഹോംലെസ്, അവർക്കൊരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടുന്നത് വരെ ഒരു ടെമ്പററി സേഫ്റ്റി, ലൈക് ഫുൾ സെക്യൂരിറ്റി ഉള്ളൊരു ഡിഗ്നിറ്റി പോവാത്ത രീതിയിലുള്ള ഒരു നല്ല ഷെൽട്ടർ ഉണ്ടോ, ലൈക് വിത്ത് പ്രോപ്പർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഓൾസോ ട്രാൻസിഷണൽ റീകൺസ്ട്രക്ഷൻ സംഭവമുണ്ട്. ലൈക് ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞാൽ അതിനെ ഫുള്ളി നോർമൽ കണ്ടീഷനിൽ വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിനാണ് ട്രാൻസിഷണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് രണ്ട് കാര്യം സംഭവിക്കാം. ഓൾറെഡി പെർമനന്റ് ആയിട്ട് ലൈക്ക് ഇപ്പോ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഓൺ ചെയ്ത് പെർമനന്റ് സെറ്റിലുള്ള ആൾക്കാര് പിന്നെ അവസാനം ട്രാൻസിഷണൽ ഇത് കാരണം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ റെന്റിങ്ങിലോട്ട് പോകും. അതൊരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ സമയത്ത് ഈ സ്ലംസിലും അല്ലെങ്കിൽ ടെമ്പററി ഷെൽട്ടേഴ്സ് താമസിക്കുന്ന ആൾക്കാരുടെ മൊത്തം നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കൊരു പുതിയ ലൈഫ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് റീസെറ്റിൽമെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെല്ലാം കൺസിഡർ ചെയ്ത് എല്ലാവർക്കും ഒരു പ്രോപ്പർ സർവൈവൽ ചാൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഷെൽട്ടറിനുള്ള ചാൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. Okay, that is the important part. And ഇപ്പോഴത്തെ കേസിൽ ഈവൻ ഈ റോഡ് കൺസ്ട്രക്ഷൻ, ഹൈവേ കൺസ്ട്രക്ഷന്റെ സമയത്തൊക്കെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒത്തിരി കൊടുത്തതിന് ശേഷമാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ നോട്ട് റിവാർഡഡ് പ്രോപ്പർലി. കാരണം ഒരു മേജർ പ്രോജക്ട് ബിൽഡ് ചെയ്യും, ഇപ്പൊ ഡാം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലം ചെയ്യും, അല്ലെങ്കിൽ ഇപ്പം ടെക്നോ പാർക്ക് പോലത്തെ ഒരു മൾട്ടി
$150 billion company started, and they need a lot of land. And most of these land, for some reason, government-നെക്കാട്ടിലും മാത്രമല്ല സെറ്റിൽമെന്റ്സ് ഒരു വാങ്ങിക്കാറുണ്ട്. സോ ബട്ട് അവരെ ഒരു ഭയങ്കര തുച്ഛമായ വിലയ്ക്ക് ഒരു കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. അവരുടെ അതിനുശേഷം അവർ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി കൺസിഡർ പോലും ചെയ്യാറില്ല പല ആൾക്കാരും. ആൻഡ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അവരുടെ ഐ ഡോണ്ട് റിമെമ്പർ ദ വില്ലേജ്, ബട്ട് ആ വില്ലേജിൽ അവർ ഒരു കൺസ്ട്രക്ഷൻ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു, ഗിവിംഗ് ദ പ്രോമിസ് ദാറ്റ് ദേ വിൽ ബി ഗിവൻ എംപ്ലോയ്മെന്റ്. പക്ഷെ അവർക്ക് യാതൊരു രീതിയിൽ എംപ്ലോയ്മെന്റും കിട്ടിയില്ല, യാതൊരു രീതിയിൽ കോമ്പൻസേഷനും കിട്ടിയില്ല. They lost their livelihoods, they lost their shelter, they lost everything, and they did nothing about it. So these are just one such example. And so it's extremely important that അവരുടെ സ്വന്തം എന്താ പറയാ ബിലോങ്ങിങ്സ് കൊടുത്തിട്ട്, അവരുടെ ആസറ്റ്സ് കൊടുത്തിട്ട് ഒരു ഡെവലപ്മെന്റൽ പ്രോസസ് നടക്കുകയാണെങ്കിൽ the developers should consider them as stakeholders of the project as well. So it becomes so that everybody is recorded properly, right? So that is the resettlement and rehabilitation of people after disasters and stuff like that. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് പറയുന്നത് 3 മൂവ്മെന്റിനെ പറ്റിയാണ്. Like the Taj trapezium zone, which is revolved around the pollution around the Taj Mahal region, and we talk about Mahesh Chandra Mehta. He was an environmental lawyer who won like a pollution concept, protecting the Taj Mahal and this area around it. And the next one is the Chipko movement, where Himalayan forests were infiltrated, and they went and hugged the trees, okay, to prevent the developers from chopping the trees. And Silent Valley movement, where Silent Valley completely destroy a movement. There are ecological movement. Silent Valley movement. So these are just 3 case studies which you guys can read. And like what was the aim of the movement, and who was involved in that movement. Okay, so that's it for that chapter. Fine. Any questions? I have one. Your voice is not clear, bro. Yeah, your voice is not clear. I have a question which is related to coronavirus. Yeah. In my area, people are saying that we will not be able on live taking the vaccine. We will not be. Ma'am? Yeah, I didn't hear the rest of the question. We will not be able to stay long. Stay long, matlab? Ma'am, people are saying that we will after taking the vaccine. Huh? So you're trying to say, ma'am, we will die in this variant. Oh, you guys they are saying that because of this Omicron region, there is a chance of higher mortality. Like people will die because of this, even despite of taking the vaccine. Is that what you're saying? Okay. Is that what you're saying? But that is not true. That is the wrong myth that. Exactly. Yeah. I mean, a disease, there is a chance that there is always a percentage of chance that person might die if the symptoms are very severe. Like if that person goes into shock or pneumonia or something like that, and if it's their entire oxygen goes below, then that person has a higher mortality rate. But just because there's another variant coming in, that doesn't mean it has a higher mortality rate, because it's not time yet. Like it takes around 2 to 3 to 4 weeks to know how virulent this particular variant is. Actually, people haven't learned it because it's been just a week or so since the new variant was identified. So just because it's not like you won't die if you get the Omicron variant. Like it's not like you'll die. Okay, I mean there is a chance if your immunology. No, it's a chance, but very little bit. What? No, it's a chance to die, but very little bit. Yeah, there is a chance to die, but comparing to previous, like in the
first time when the COVID came in, it's not that prominent, because, and first of all, I'm not in the place to say this because not enough research has been done yet. It's not time yet to know about the mortality of the new variant. Okay, it takes a bit more time. Just keep yourself informed through newspapers. And try to get the information from trusted sources like WHO instead of from local papers or local people. Okay, there is good information available in the WHO website about how each variant is and how each variant affects our system. Okay, and what are the different symptoms associated with each variant. Okay, so what is the condition of in your area, South area, that we are living in North? Actually, I'm not living in Kerala right now. I'm in Punjab, so your accent is like South. I am from South India, but I am right now in Punjab. Yeah. Okay. Anything more? അവിടെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് അയാള് ഫൈനൽ ഇയർ എക്സാം എഴുതി. അപ്പം അയാൾക്ക് ഒരു വിഷയം പോയി. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കിട്ടി. ഇപ്പം തേർഡ് ഇയർ ഇഗ്നോയില് ഒരു വിഷയം പോയി. അതൊരു 3 മാർക്കിനാണ് പോയത്. അപ്പൊ അയാളത് റിവാലുവേഷന് വിട്ടു. എന്നിട്ടും അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ പുള്ളി പറയുന്നത് അയാൾ നല്ല കോൺഫിഡന്റ് ഒക്കെ ആയിട്ടാണ് എക്സാം എഴുതിയത്. പാസ് മാർക്ക് കിട്ടേണ്ടതാണ്, എന്നിട്ടും റിവാലുവേഷന് പോയിട്ടും കിട്ടിയില്ല എന്ന് പറയുന്നു. എന്താണ് ഈ പുള്ളിയോട് നീ ഒരു ഓപ്ഷൻ പറയണ്ട, എന്നോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. റീവാലുവേഷൻ കൊടുത്തിട്ടും വലിയ മാറ്റം ഇല്ലെങ്കിൽ ആക്ച്വലി എനിക്ക് തോന്നില്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ആ എക്സാം വീണ്ടും എഴുതുക എന്നുള്ളതാണോ ഓപ്ഷൻ? ഇനി അടുത്ത ഇപ്പോ ഫെബ്രുവരിയിലല്ലേ നിങ്ങളുടെ അടുത്ത എക്സാം വരുന്നത്. ആ സമയത്ത് എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് അപ്പൊ എഴുതുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് റീവാലുവേഷൻ കൊടുത്ത സ്ഥിതിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇനി ഒരു ചേഞ്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു മാം, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ആൻഡ് പക്ഷേ വേണമെങ്കിൽ ഐ കൻ ഗിവ് യു എ നമ്പർ. ആ നമ്പറിൽ ഒന്ന് വിളിച്ചൊന്ന് ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം. ജസ്റ്റ് ഗിവ് മീ എ ടെക്സ്റ്റ് ആഫ്റ്റർ ദിസ് ക്ലാസ്. Ma'am? Okay, ma'am. Yeah? Please add me the group. Which group? I mean, actually this is the last class. There is no more classes left. Ma'am, I'm belong from the first year. Yeah, this is the first year class. This is actually the last chapter I'm taking. So this is the last class for this course. And after that, ma'am? I mean, I'm done with the course, so I won't be having any more classes. Okay, ma'am. Yeah. And also, if you want to read any subject, any course by you, then how can we visit there? Actually, my course is I'm only taking this course for this course, DVA for the first years. I haven't taken any other courses yet. No, any platform, any YouTube or any special app that you can. Like any recorded lectures you're talking about. Yeah, ma'am. Okay, that is what I was going to say. So since this is the last class, I will share the recorded lectures which I took for my first batch, which is extremely detailed. So I will share it again to the group that you can share among your friends or whoever who needs it. I'm okay with it. And about question papers, I think I've already shared it in the group too. Does anybody have the question paper with you? I mean, I think I lost the one I had. The previous year question paper. ആരുടെയില്ല, ഞാൻ അയച്ചല്ലോ ഒരു പ്രാവശ്യം. ഉണ്ട് മാം, ഉണ്ട്. ആർക്കാ അയച്ചു കൊടുക്കേണ്ടത്? എവിടെ ഇടണ്ടെന്ന് പറഞ്ഞാൽ നീ എനിക്ക് അയച്ചിട്ട് ആ ഗ്രൂപ്പിലൂടെ ഒന്ന് അയച്ചേക്കോ? ചെയ്യാം മാം. Okay. So I'll also share the question paper, and I think that's it. And about the if there is any doubts you guys have regarding any chapter, just call me. Just don't call me. Just give me a text. Okay. What is your number, ma'am? Course. Doubt related to the course. Okay. What is your number, ma'am? I'll put my number in the chat box.
doubts related to the course only. Okay, because nothing. Because since I'm not in Kerala right now, I don't know what is going on administrative point of view about the exams or assignments. Nothing. I'm not even correcting the assignments right now because I'm not home. So, but I have to say I'll be in Kerala next week onwards. So probably I might correct your assignments. Yeah. So, നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഡെഡ്ലൈൻ കഴിഞ്ഞോ? ഇല്ല മാം, അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. ഡിസംബർ 15 വരെ ഉണ്ട്. December 15th. അല്ല, ഡിസംബർ 27th വരെ ഉണ്ട്. സോറി, December 27th. Okay, so I might correct your assignments. Like I'm going home in 1 week. So I think that's it then. So anything doubt ഉണ്ടെങ്കിൽ just ചോദിക്കുക. Text me. A number. ഞാൻ അയച്ച നമ്പറിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. Anything related to the goal, I'll be happy to help. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please contact us. Can I add something about Yeah. Thank you ma'am. how many cases are there of omicron in India? What? How many cases are there of omicron in India till now? I think